പോകുന്ന ഒരാൾക്ക് എപ്പോഴും അജ്ഞാതമായിരിക്കുന്ന കാര്യമെന്നുള്ളത് ആ നിധിയെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ്. അതെവിടാണ്, എത്രമാത്രം അതിലേക്ക് ദൂരമുണ്ട്, ഏത് പാതയിലൂടെ സഞ്ചരിച്ചു വേണം അത് കണ്ടെത്തുവാൻ, കൃത്യം ഏത് സ്ഥലത്ത് കുഴിക്കണം തുടങ്ങിയ കാര്യത്തെക്കുറിച്ചൊന്നും കൃത്യമായ ഒരറിവ് നിധി അന്വേഷിച്ചു പോകുന്ന ആൾക്ക് ലഭിക്കാറില്ല. എന്നാൽ മുൻപ് നിധിശേഖരം കണ്ടെത്തിയ ഒരാൾ നിധി അന്വേഷിച്ച് കണ്ടെത്തുവാൻ ആ വ്യക്തിയെ സഹായിച്ചാൽ അത് എത്രമാത്രമായിരിക്കും ആ വ്യക്തിക്ക് ഉപകാരപ്പെടുക. നിധി അന്വേഷിച്ച് കണ്ടെത്തുവാൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സമയലാഭത്തിനും ശത്രുക്കൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാതിരിക്കുവാനും വഴിതെറ്റിപ്പോകാതിരിക്കുവാനും ആരോഗ്യം ക്ഷയിക്കാതിരിക്കുവാനും വേഗത്തിൽ ഒരു സമൃദ്ധി നേടാനും അതുപോലെ തന്നെ ശാശ്വതമായ ഒരു ജീവൻ കണ്ടെത്തുവാനും ഭാവി കണ്ടെത്തുവാനുമൊക്കെ അത് ഉപകാരപ്പെടും, അല്ലേ? ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തോടുള്ള കൂട്ടായ്മയാകുന്ന നിധി, രഹസ്യ ധനശേഖരം അന്വേഷിച്ച് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യാത്മാവിന് ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ സത്യം തന്റെ വചനം തന്നെ തുറന്നു തരുമ്പോൾ ലഭിക്കുന്ന എളുപ്പം. തിരുസഭയുടെ സത്യവിശ്വാസത്തിലൂടെയും പരിശുദ്ധ വചനത്തിലൂടെയും യഥാർത്ഥ വഴി നമുക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി തരുമ്പോൾ ദൈവത്തെ അന്വേഷിച്ച് അവിടുത്തെ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് അവിടുത്തോട് ഒന്നായി തീർന്നുകൊണ്ട് നമ്മൾ ആ യാത്ര വേഗത്തിൽ പൂർണ്ണമാക്കുക എന്ന് പറയുന്നത് ലളിതവും ശ്രമം ഏറെ ഇല്ലാത്തതുമായ ഒരു കാര്യമായി തീരും. സങ്കീർത്തനങ്ങൾ 119, 130. അങ്ങയുടെ വചനത്തിന്റെ ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എളിയവരായ നമുക്ക് അത് അറിവ് പകരുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിന്റെ പ്രകാശത്താൽ ഈ ലോക ജീവിതത്തിൽ വഴിതെറ്റാതെ സഭയിലൂടെ അങ്ങയെ കണ്ടെത്താൻ, ഒരിക്കലും ഇടരാതെ അങ്ങയിൽ എത്തിച്ചേർന്ന് നിത്യജീവൻ പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.